പൊളിറ്റിക്സിലേക്ക് സ്വാഗതം. റിലയൻസിൻ്റെ സ്ഥാപനങ്ങളിലെല്ലാം മൻമോഹൻ സിംഗ് ഈ സ്ഥാപനത്തിൻ്റെ ഐശ്വര്യം എന്ന ബോർഡ് തൂങ്ങുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്കിപ്പോൾ വ്യക്തമായി മനസ്സിലായി. കൽക്കരിപ്പാടത്ത് വിളയുന്നത് കൽക്കരി മാത്രമല്ല 2Gയേക്കാൾ വലിയ കാശാണെന്ന് മൻമോഹൻ ജിയും സംഘവും തെളിയിച്ചു. ഇന്ത്യ എന്നെഴുതുമ്പോഴുള്ള അംബാനി ബ്രദേഴ്സ് എന്നതിൻ്റെ ഷോർട്ട് ഫോം ആണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് പൊളിറ്റിക്സ് ആരംഭിക്കുന്നു. ആദ്യം ഒരു നാടകമാണ്. പഴയ കഥകൾ പാടി നടക്കുന്ന 2 മലബാർ പാണന്മാർ സംയുക്തമായി സംഘടിപ്പിക്കുന്നതാണ് ഈ നാടകം. വലിയ അളിയന് ദീനം വന്നപ്പോൾ അന്വേഷിച്ച് ചെല്ലുന്നതിന് പകരം കുത്തുവാക്ക് പറഞ്ഞ് ദീനം കൂട്ടാൻ ശ്രമിക്കുന്ന മുടി നീട്ടി വളർത്തിയ കുഞ്ഞളിയനും വലിയ അളിയനും തമ്മിലുള്ള വാഗ്വാദങ്ങളാണ് നാടകത്തിൻ്റെ ഇതിവൃത്തം. അളിയൻ ചെന്ന് പുളിയിൽ കയറുമ്പോഴെല്ലാം അളിയൻ്റെ അളിയനും ഒപ്പം കയറണമെന്നാണ് പിണറായി അളിയൻ്റെ വാശി. എന്നാൽ പുളിയനുറുമ്പുകൾ കൂട്ടത്തോടെ കടിക്കുമ്പോൾ അളിയ പുളിയിൽ പുളിയനാണ് അളിയ എന്ന് ഏവൂർ പരമേശ്വരൻ്റെ കവിത പോലെ പറയാൻ പന്ന്യനളിയന് കഴിയുന്നില്ല. ഈ 2 അളിയന്മാരുടെ കഥയാണ് ഈ നാടകം, പാച്ചുവും കോവാലൻ. സുഹൃത്തുക്കളെ, അടുത്തൊരു ബെല്ലോടുകൂടി നാടകം ആരംഭിക്കുകയായി. പാച്ചുവും കോവാലൻ. അന്നൊരു സായാഹ്നത്തിൽ സിനിമാ തിയേറ്ററിൽ പുത്തനാമിടിപ്പടം കാണുവാനെത്തി ഞങ്ങൾ. ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്ന് പറഞ്ഞ് വന്നിട്ട് ഒരു കാര്യമില്ല. അവരവരുടെ വ്യക്തിത്വത്തെ കുറിച്ചും മറ്റും വല്ലാതെ ഓർമ്മിപ്പിക്കേണ്ടി വരുന്നത് ഇതിന്റെ എല്ലാം ഭാഗമായിട്ടാണ് എന്നുകൂടി മനസ്സിലാക്കിയാൽ നല്ലത്. ഓരോരാളും ഒന്ന് മനസ്സിലാക്കുന്നത് ഓരോ പദവിയിലേക്കും ആ പദവിയെ കുറിച്ച് എല്ലാവർക്കും ഓർമ്മ വേണം. ചിലർക്ക് ആ ഓർമ്മ നഷ്ടപ്പെട്ടു പോകുന്നു എന്നൊരു സംശയം. ഇത് അറമ്പറ്റിപ്പോയോ എന്നുള്ളതാണ് എന്റെ ആലോചന. കാരണം ഇത് പറ്റേ പടക്കായി പോയോ, ആ അവസ്ഥയിലേക്ക് എത്തിയോ? അബ്രപാളിയിൽ പടം തെളിഞ്ഞോ ജനം കൂവി. എന്തൊരു ശല്യം, പടം കാണുവാനാകില്ലല്ലോ. താടിക്ക് തീ പിടിച്ചപ്പോ ഒരു ബിഡി കത്തിക്കട്ടെ നോക്കിയേ, ആ സൈസ് ചില ആളുകളുണ്ടാവും. വനിതാ സൂപ്പർ സ്റ്റാറിൽ സൂപ്പറാം വെടിക്കെട്ട്, കയ്യടി, വിസിലടി, കാണികൾക്കാവേശമായി. വല്ലാതെ ഇട്ട് തോണ്ടല്ലേ. ദൃശ്യവിസ്മയം കണ്ട് ശാന്തനായിരുന്നപ്പോൾ മൊബൈൽ ഫോൺ കളിയാക്കി ചിരിച്ചു പലവട്ടം. അയ്യോ, ഞങ്ങളാകെ വിഷമത്തിലായി പോയേ, നിങ്ങൾ എങ്ങനെയെങ്കിലും സഹായിക്കണേ എന്ന് വീണ് കേട് താണുകേട് അഭ്യർത്ഥിക്കാൻ പോയതല്ല. തൽക്ഷണം പേമാരിയോ ഇടിവെട്ടലോ അല്ല, വൈദ്യുതി പ്രവാഹമോ. ഞാനാകെ ഭ്രമിച്ചു പോയി. എന്തെല്ലാം മോഷ്കാണെന്ന് നോക്കണം. സാധാരണ 100 ആളൊക്കെയാണ് പങ്കെടുക്കുകയെങ്കിൽ പിന്നെ ആയിരങ്ങളായിരിക്കും ആ ജാഥയിൽ പങ്കെടുക്കുക. അതല്ലേ ഈ പാർട്ടി. ആള് ഞങ്ങൾക്കുണ്ട്, എല്ലാ പാർട്ടികൾക്കും ഉള്ള പോലെ ആള്. എല്ലാം ചേർന്നാലേ മുന്നണിയാവൂ. മുന്നണി എല്ലാം ചേർന്നാലേ ആവൂ. ഒരു കൈ കാട്ടിയാൽ ശബ്ദം വരുമോ? ഇല്ല. 2 കൈ കാട്ടിയാലേ ശബ്ദം ഉണ്ടാവും. മുന്നണി എന്ന് പറഞ്ഞാൽ എല്ലാം യോജിച്ചതാണ്. അതെല്ലാവരും അടുത്ത് ഓർമ്മ വേണം. എന്താ നിങ്ങൾക്കത് ചോദിക്കാനുള്ള അർഹത? പാർട്ടി പ്രവർത്തകന്മാരും സംസാരിക്കുമ്പോൾ ഒരു ജെന്റിൽമെൻ ടോക്കാണ്, നമ്മൾ അതുപോലെ കാണണം. എന്നാൽ ഇവിടെ ഉണ്ടായ കാര്യം എന്താ? ഇതും അദ്ദേഹത്തിന് സംശയത്തിന് വകയാണ്. എന്താ അതിന് വിവരക്കേടുന്നില്ലാതെ വേറെ എന്താ പദം ഉപയോഗിക്കുക? കാലചക്രത്തിൻ രഥം കറങ്ങി കടന്നുപോയി. അപ്പോൾ അതിനു മുമ്പ് ഞാൻ മരിച്ചിരുന്നതാണ്, എന്നെ കൊന്നിട്ടിട്ട് പോയിരുന്നതാണ്. അപ്പോൾ ആ ഒരു സ്റ്റൈലും ശൈലിയും ഉണ്ടായിരുന്നു. അത് അനുഭവിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. ആത്മാഭിമാനമുണ്ടെങ്കിൽ
വൈക്കം വിശ്വൻ രാജിവെച്ചൊഴിയണം കൺവീനർഷിപ്പ് എന്ന്. അതാണ് ചെയ്യേണ്ടത്. ഞങ്ങളെ ആക്ഷേപിക്കുന്നതിന് മുമ്പ്. മറന്നുപോയോ? കേന്ദ്രത്തിൽ തന്നെ ഭരിച്ച കാലം ഉണ്ടായില്ലേ? അത് മറന്നുപോയോ? സംസ്ഥാനങ്ങളിലുണ്ടായില്ലേ? കുറച്ച് പണിയതിലോട്ട് പോയാൽ ജനസംഘത്തിന്റെ കൂടെ കയറി ഇരിക്കാനും വല്ല മടിയും ഉണ്ടായിരുന്നോ? അതും മറന്നല്ലേ? അതൊരു ജാരബന്ധം ആരോപിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങൾ 80-ൽ മുന്നണിയാകുമ്പോൾ AK ആന്റണിയും ഉമ്മൻചാണ്ടിയും അതുപോലെ PC ചാക്കോയും KM മാണിയും എല്ലാം ഒരുമിച്ചാണ് ഇടതുപക്ഷ മുന്നണി ഉണ്ടായത്. അപ്പോൾ കോൺഗ്രസുമായി CPM-ന് ബന്ധമില്ല, കോൺഗ്രസുമായി സഹകരിച്ചിട്ടില്ല എന്നൊന്നും CPI ആക്ഷേപിക്കാൻ വേണ്ടി പറയണ്ട. അത്രയൊരു ചാരിത്രശുദ്ധി അവകാശപ്പെടാൻ ആർക്കും അവകാശമില്ല. അന്നവൾ ചൊന്നു, സാറേ ബർത്ത്ഡേ വെള്ളിയാഴ്ച, യാത്രയാവുന്നു ഞാനൻ ഹസ്ബൻഡിനടുത്തേക്ക്. ഇത്ര നാൾ ടൈം പാസിനായി എൻ മനം സുഖിപ്പിച്ച സുന്ദരൻ സാറേ താങ്കൾക്കായിരം പൂച്ചെണ്ടുകൾ. അവരുടെ പാരമ്പര്യത്തെക്കുറിച്ചൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. പക്ഷെ ഞങ്ങൾ നല്ല പാരമ്പര്യമുള്ളവരാ കേട്ടോ, അത് മനസ്സിലായിക്കോളും. ആ പഴയ കഥ ഒരുപാട് പറയരുത്, അതാർക്കും നല്ലതല്ല. പഴയ കാര്യങ്ങൾ നമ്മൾ പുനഃപിടിച്ചു നോക്കുന്നത് നല്ലതല്ല. പോസ്റ്റ്മോർട്ടം ഒഴിവാക്കണം. അപ്പോ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഒരുപാട് താമസിച്ചു പോയെന്നുള്ള ഒരു ദോഷമേ ഞങ്ങളും തമ്മിലുള്ളൂ. ഇപ്പോഴെങ്കിലും മനസ്സിലാക്കിയെങ്കിൽ ഇനിയെങ്കിലും അങ്ങോട്ട് ഒന്നാവരുതോ. ഇപ്പോ ചിലര് ഇടക്കിടക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ഇപ്പൊ തന്നെ നമുക്കങ്ങ് ഒന്നായാൽ എന്താണ്, അപ്പൊ മറ്റതെല്ലാം തീർന്നോ? നീ എന്തോന്നിനാ വേറെ ഒരു പാർട്ടിയാന്ന് പറഞ്ഞ് നടക്കുന്ന വല്ല ആവശ്യമുണ്ടോ? വിവരം കുറഞ്ഞതുകൊണ്ട് അങ്ങ് തോന്നിപ്പോയതാണ്. ഇപ്പൊ ഞങ്ങൾക്ക് വിവരം ഉണ്ടായി വരികയാണ്. ആണെങ്കിൽ ഒരുമിക്കരുതോ? എന്തിനാണ് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇങ്ങനെ ഇടക്കിടക്ക് പറഞ്ഞിരിക്കുന്നത് എന്നൊരു തരത്തിലും മനസ്സിലാവുന്നില്ല. എല്ലാ ഭിന്നതയും തീർന്നെന്നാണോ? CPIM ഉയർത്തിപ്പിടിക്കുന്ന വിപ്ലവകരമായ നിലപാടിനോട് പൂർണ്ണമായി യോജിച്ചോ? എന്തോത്തിനാ എന്ന് പറഞ്ഞ് നടക്കുന്നത്? ഒരുമിക്കരുത്. CPIM ഉയർത്തിപ്പിടിക്കുന്ന കാഴ്ചപ്പാടിനോട് ഇപ്പോ നമുക്ക് രണ്ടും ഒന്നായി കളിയാം എന്ന് പറയുന്നവർക്ക് യോജിപ്പുണ്ടോ? ഉണ്ടെങ്കിൽ അത് പറയണം, നല്ല വ്യക്തമാവും. ഞങ്ങളുടെ ഇന്ന അബദ്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ആ അബദ്ധങ്ങളെല്ലാം ഞങ്ങൾ ഉപേക്ഷിച്ചിരിക്കുന്നു, ഇതാ ഞങ്ങൾ ഇതിലെല്ലാം മാറ്റം വരുത്തിയിരിക്കുന്നു, ഇന്ന നിലപാടാണ് ഞങ്ങൾ അംഗീകരിക്കുന്നത്, വിപ്ലവാനന്തരം വരുന്ന ഗവൺമെന്റിന്റെ നേതൃത്വം ഇങ്ങനെയായിരിക്കും എന്നതാണ് എല്ലാം പറഞ്ഞോളൂ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു പ്രസ്ഥാനം ഈ CPI ആണ് എന്ന് കമ്മ്യൂണിസ്റ്റ് അനുഭാവികളായ ജനങ്ങൾ മാത്രമല്ല, കേരളത്തിലെ കക്ഷിരഹിതരായ ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യരും ഇതാണ് മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന പ്രസ്ഥാനം എന്ന് ചിന്തിക്കുന്നു. നിങ്ങളത് മനസ്സിലാക്കുന്നുണ്ടോ ഇല്ലേ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ 65-ൽ ഇവിടെ തെരഞ്ഞെടുപ്പ് നടന്നല്ലോ. ആ തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്നത് CPIM ആണ് എന്ന് ജനങ്ങളുടെ പിന്തുണയോടെ CPIM തെളിയിച്ചല്ലോ. EMS ആയിരുന്നല്ലോ അവർ നേതൃത്വം കൊടുത്തത്. MN ഗോവിന്ദനായിരുന്നോ, TV തോമസ് എന്നോ, ആരെങ്കിലും ഈ ഇന്ത്യ രാജ്യത്ത് സുഗതൻ സാറെന്നോ ഈ കേരളത്തിൽ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ഓർക്കത്തില്ല അല്ലയോടോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലാകപ്പാടെ EMS അങ്ങനെയുള്ളൂ. EMS മുഖ്യമന്ത്രി ആവണമെന്ന് ദൃഢമായി പറഞ്ഞതും എമ്മനാ. എത്ര അനുഭവങ്ങളാണ് ആ കഥയിൽ. എല്ലാവർക്കും ഓർമ്മയുള്ള കാര്യങ്ങളാണല്ലോ ഇതൊക്കെ. MLA ആവാനും മന്ത്രി ആവാനും ആർക്കാ കഴിയാത്ത? ആർക്ക് വേണം അതൊക്കെ? പാർട്ടി നിർബന്ധിച്ചാൽ ആവും, ഇല്ലെങ്കിൽ ആകുകയില്ല. തിരിഞ്ഞോക്കില്ല, ചിന്തിക്കത്തില്ല അതിനെപ്പറ്റിയൊന്നും. അവനാണ് വിപ്ലവകാരി. അതാണ് കമ്മ്യൂണിസ്റ്റ് മൂല്യം. ആ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന പ്രസ്ഥാനം CPI ആണ്. നമ്മുടെ പ്രസ്ഥാനം മുന്നോട്ട് പോവുകയാണ്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം യോജിക്കണം, ഒരുമിക്കണം എന്ന് ഞാൻ പറയുന്നു. ചിലർക്ക് അത് തീരെ പിടിക്കുന്നില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒന്നായിരുന്നെങ്കിൽ ഇന്ന് പാർലമെന്റിൽ 100-150 മെമ്പർമാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കാണും. നമ്മൾ പറയുന്ന ഭരിച്ച വരയിൽ നിൽക്കും മൻമോഹൻജി. ഒരു BJP ഒരു ചുക്കുമില്ല. നമ്മൾ എന്തിനു തമ്മിൽ തല്ലി? എന്തൊരു തർക്കമായിരുന്നു. ഇനിയെങ്കിലും നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് അത് അവസാനിപ്പിക്കണ്ടേ? നമ്മൾ ഒരുമിച്ച് അതിവേഗം നാം വളരും. ഇന്ത്യയിലെ ജനകോടികൾക്ക് വലിയ രക്ഷയാവുന്നത്.
അതുകൊണ്ട് അതിനെപ്പറ്റി ചിന്തിക്കുക ഒരു ധൃതിയും ഞങ്ങൾക്കില്ല. ചിന്തിക്കുക. ഞങ്ങൾ നേരത്തെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ആ അഭിപ്രായം തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ദിനവും കാണും നമ്മൾ പലതും കൈമാറിടും കളിയും ചിരിയുമായി മാസങ്ങൾ കൊഴിഞ്ഞുപോയി. ഞങ്ങൾ പറയുന്ന ആത്മസംയമനം വേണമെന്നാണ്. വാക്കുകൾ നമുക്ക് പറയാം, തർക്കത്തിന് തർക്കിക്കാം. ആ തർക്കത്തിൽ ജയവും പരാജയമല്ല കാര്യം. ജനങ്ങളുടെ നീറുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള യോജിച്ച പ്രവർത്തനമാണ്. ആ പ്രവർത്തനത്തിലുള്ള വഴിയാണ് കേരളം അന്വേഷിക്കുന്നത്. ആ വഴിയിലേക്ക് പോകുന്നതിന് വേണ്ടി എല്ലാവരും തയ്യാറാണെന്ന് എനിക്ക് പറയാനുള്ളത്. സഖാവ് പിണറായി ഒരുപാട് തെറ്റിദ്ധാരണയുണ്ട്. ആ തെറ്റിദ്ധാരണ അദ്ദേഹം തിരുത്തുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ? ഈ പരിപാടി ഇന്നത്തെ കാലഘട്ടത്തിൽ ചേർന്നൊരു പരിപാടിയാണ്. അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ അഭിവാദ്യം. തറവാട്ടിന് ക്ഷീണം വരുമ്പോഴെല്ലാം നാട്ടുകാരുടെ ശ്രദ്ധ മാറ്റിക്കാൻ ഈ കുടുംബത്തിലെ കാരണവർ കുടുംബം പിടിച്ചടക്കാൻ രഹസ്യമായി ശ്രമിക്കുന്ന സ്വന്തം അളിയനെ തല്ലാൻ തുടങ്ങും. ഈ ട്രിക്ക് ഇനിയും ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് പാച്ചുവും കോവാലനും തുടരും. ഒരു നിബന്ധന, മീഡിയ സിൻഡിക്കേറ്റ് എന്ന വില്ലൻ കാരണം തറവാട്ടിന് ക്ഷീണം വരണം. ആതുര സേവനത്തിന് ഇറങ്ങി പുറപ്പെട്ട നേഴ്സുമാർ കോതമംഗലത്ത് മഴയും വെയിലും അവഗണിച്ച് സ്വന്തം അവകാശങ്ങൾക്ക് വേണ്ടി ആത്മഹത്യാ ഭീഷണി മുഴക്കി സമരത്തിന് ഇറങ്ങി പുറപ്പെടേണ്ടി വന്നപ്പോൾ അവരുടെ കൂടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നാട്ടുകാരും ഇറങ്ങി. നേഴ്സുമാർക്ക് വേണ്ടി നേഴ്സ് സമുദായത്തിൽപ്പെട്ട ആരെങ്കിലും ഇറങ്ങിക്കോളുമെന്ന് വിചാരിച്ചെങ്കിലും കൃഷിക്കാരുടെ മക്കളിൽ പലരും നേഴ്സുമാരായതുകൊണ്ട് കൃഷിക്കാരുടെ കാര്യങ്ങൾ നോക്കുന്ന പൂഞ്ഞാർ കോളാമ്പി ജോർജ് നേഴ്സുമാരുടെ കാര്യത്തിൽ ഇടപെട്ടു. ഒരു സംശയം ഉണ്ടാക്കാതിരിക്കും. അതുപോലെ തന്നെ വളരെ വ്യക്തമായിട്ട് ഞാൻ പറയുന്നു, ലേബർ കമ്മീഷൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ലേബർ കമ്മീഷൻ നേതൃത്വത്തിൽ നടക്കുന്ന ചർച്ചകൾ നടക്കട്ടെ. അതിനപ്പുറത്ത് ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി വേണമെങ്കിൽ ആഭ്യന്തരമന്ത്രി ഈ കോതമംഗലമല്ല ആ കാര്യത്തിൽ ഒരു സംശയം വേണ്ട. നിങ്ങൾ ഇന്നലെ എന്നോട് ചോദിക്കുന്നുള്ളൂ. ഞാൻ മിനിയാന്ന് രാവിലെ ഈ വിവരം കിട്ടി, അന്നേരം തൊട്ട് ഞാൻ ഈ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുക. ഞാൻ മിനിയാന്ന് തൊട്ട് ഈ കാര്യങ്ങളെല്ലാം ഈ കാര്യത്തിൽ ഇടപെട്ടിരുന്നു. ബന്ധപ്പെട്ട മന്ത്രിമാരുമായി സംസാരിച്ചിരുന്നു, ജില്ലാ ഭരണകൂടമായിട്ട് സംസാരിച്ചിരുന്നു, ഈ സമരത്തിലുള്ളവരുമായി സംസാരിച്ചിരുന്നു. ഞാൻ എല്ലാ കാര്യവും ഇടപെട്ടിരുന്നതാണ്. തിരുമേനിമാർ പിടങ്ങൂ എന്നുള്ളതാണ് ഉമ്മൻചാണ്ടിയുടെ ചിന്ത. അതുകൊണ്ട് തിരു എന്ന് വരുമ്പോ തന്നെ മൂത്രം മാത്രമല്ല പലതും താഴെ പോകും. PC-ക്ക് പുറകെ TN പ്രതാപനും സംഘവും കോതമംഗലം സന്ദർശിക്കുമെന്ന് കരുതിയെങ്കിലും ആളില്ലാത്ത ഗോൾ പോസ്റ്റിൽ ഗോൾ അടിക്കാൻ വന്നത് പ്രതിപക്ഷ നേതാവാണ്. സംഭവം അതേ നടക്കൂ. ഞാൻ പോയി ആനയെ സംഘടിപ്പിച്ചോണ്ട് വരാം. തിരിച്ചെടുക്കേണ്ടതാണ്, എടുക്കുമെന്നുള്ളതിന് പകരം തിരിച്ചെടുക്കേണ്ടതാണ്. 2, 3 ഷിഫ്റ്റ് ഏർപ്പെടുത്താൻ നിശ്ചയിച്ചു. നഴ്സുമാർ സമരം പിൻവലിക്കുന്നതും ഇന്ന് തന്നെ ജോലിക്ക് ഹാജരാകുന്നതുമാണ്. ഞാൻ പറഞ്ഞ പ്രപ്പോസൽ അംഗീകരിച്ചത് പ്രതിപക്ഷ നേതാവാണ്. ഭയങ്കരം തന്നെ. മഹാനായ വൈക്കം മുഹമ്മദ് ബഷീർ ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ അദ്ദേഹം കോതമംഗലത്തെ നേഴ്സുമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് എട്ടുകാലി മമ്മൂഞ്ഞ് എന്ന സ്വന്തം കഥാപാത്രത്തെ ഇങ്ങനെ മാറ്റി വിളിച്ചേനെ, പുതുപ്പള്ളി കുഞ്ഞുഞ്ഞ്. പറഞ്ഞത് കേട്ടുനിന്നവർക്ക് മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി ക്ലിയറാക്കി കൊടുക്കുന്നയാളാണ് ഇടുക്കിയിലെ മൈക്ക് മണിയാശാൻ. മണക്കാട്ടിൽ പറഞ്ഞത് കേട്ടുനിന്ന ചിലർക്ക് മനസ്സിലായില്ലെങ്കിൽ അതേ കാര്യം 10-ാം മൈലിൽ ആശാൻ പറഞ്ഞ് ക്ലിയറാക്കും. പണ്ട് ഭസ്മാസുരന് പണി കിട്ടിയ പോലെ മൈക്കാശാനും മൈക്കിലൂടെ തന്നെ ഒടുവിൽ പണി കിട്ടി.
മൂന്നാറിൽ പുലി ഇറങ്ങിയ കാലത്ത് പത്രക്കാരെ കണ്ടാൽ പച്ചയ്ക്ക് കത്തിക്കും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയ മൈക്കാശാൻ ഇപ്പോൾ വെറും മണി കെട്ടിയ പൂച്ചയായി മാറിയിരിക്കുന്നു. തുടങ്ങാല്ലേ? തുടങ്ങിക്കോട്ടെ. പ്രിയപ്പെട്ട പത്ര സുഹൃത്തുക്കളെ, അതിന് പത്രക്കാരുടെ സർട്ടിഫിക്കറ്റ് ഒന്നും ആരുടെയും വേണ്ട വേണ്ട വേണ്ട. ഈടാ ഇത് പണ്ടാരെന്ന് പറഞ്ഞല്ലോ, വെടിക്കെട്ടുകാരന്റെ പട്ടിയെ ഉറുക്കുകൊട്ടി പേടിപ്പിക്കുക പറഞ്ഞ പണി ഞങ്ങളുടെ അടുത്ത്. ആകെ LDFന്റെ ഗവൺമെന്റായി ഒറ്റ കുഴപ്പമേ ഉള്ളൂ ഞങ്ങൾക്ക്. അല്ലയുണ്ടല്ലോ കാർത്തിക്കും ഇതെല്ലാം കൂടെ ഞങ്ങള് കാർത്തിക്കും ഒരു സംശയവും വേണ്ട. ഞാൻ നിങ്ങളോടെല്ലാം നല്ല സൗഹൃദ ബന്ധം, നല്ല ബന്ധത്തിൽ പോകാനേ ശ്രമിച്ചിട്ടുള്ളൂ. ഒരു രാഷ്ട്രീയക്കാരനൊന്നും. മഹാലക്ഷ്മി എന്ന് പറഞ്ഞാൽ റിസോർട്ട് എന്നാണ് ഇവിടുത്തെ പത്രക്കാരുടെ യുവന്മാര് പറയുന്നത്. റിസോർട്ട്. ഞാൻ നിങ്ങളുടെ ആരുടെ അടുത്ത് രാഷ്ട്രീയമോ അഹങ്കാരമോ ഒന്നും കാണിച്ചിട്ടില്ല. അതെല്ലാം നിങ്ങൾക്കറിയാം. ആട്ടും കാട്ടും കൂട്ടത്തിരുന്ന് തിരിച്ചറിയാൻ മേലാത്ത കുറെ പത്രക്കാരന്മാരും മീഡിയക്കാരും. എന്താ നിങ്ങൾക്ക് വല്ല വിവരമുണ്ടോ? എൻ്റെ അന്ത്യം കണ്ടേ അടങ്ങുമെന്ന ഒരു നിലപാട് സുഹൃത്തുക്കൾ സ്വീകരിക്കില്ലെന്നാണ് ഞാൻ പ്രത്യാശിക്കുന്നത്. അതിന് പത്രക്കാരുടെ സർട്ടിഫിക്കറ്റ് ഒന്നും ആരുടെയും വേണ്ട. നിങ്ങൾക്ക് മറ്റു പലർക്കും വേണ്ടിയല്ലേ പേര് കൊണ്ടുവന്ന്. എന്തിനാ ഇങ്ങനെ ഉണ്ടാൻ നടക്കുന്നത്? അതുകൊണ്ടുണ്ടല്ലോ ആദ്യം ഇവന്മാരെ കൈകാര്യം ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഈ പത്രക്കാരന്മാരെ. നിങ്ങൾ സുഹൃത്തുക്കൾ ഈ എൻ്റെ പ്രസ്താവന അർഹിക്കുന്ന നിലയിൽ നിങ്ങൾ കൊടുക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. എന്നെ ഈ ആവശ്യമില്ലാത്ത വിവാദത്തിൽ നിങ്ങൾ വലിച്ചടയ്ക്കാതെ സഹായിക്കണം. എല്ലാവരും കൂടെ കൂടി ഞങ്ങളുടെ ആസനത്തിൽ ആ പഠിക്കാനായിരുന്നു ആദ്യം വന്നത്. നീയൊന്നുമല്ല, നിന്റെ മറ്റോൻ അടിച്ചാലും ഞങ്ങൾക്ക് കേൾക്കുകയില്ല. പോടാ പുല്ല് എന്ന് പറയും. നിങ്ങൾ എപ്പം എന്നെ ആർക്ക് വേണേലും എപ്പം വേണേലും ബന്ധപ്പെടാവുന്ന ആളാണ്. അതിനൊന്നും എനിക്കൊരു പ്രശ്നമുള്ള ആളല്ല. ഞങ്ങൾ അങ്ങോട്ട് വന്നേരെ കണ്ടുവിടാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ അടുത്ത് വന്ന അതോടുകൂടി അവന്റെ അന്ത്യമാണ്. 16 അടിയന്തരം വെച്ചേ കൊള്ളുള്ളൂ. സുഹൃത്തുക്കൾ എന്നെ സഹായിക്കണം. എന്നെ ആവശ്യമില്ലാത്ത വിവാദത്തിൽ കൊണ്ടാകരുത്. സംബന്ധം നടത്തി കൊച്ചു ഉണ്ടായി, മനസ്സിലെ പിള്ളേരും ഉണ്ടായി, ആങ്കൊച്ചും പെങ്കൊച്ചും ഉണ്ടായി. അവരും വലുതായി കഴിഞ്ഞ് പിന്നെ ഒടുവിൽ പിന്നെ മണാമണെന്ന് പറയുന്ന ഏർപ്പാട് കൊണ്ടുപോകും. നിങ്ങൾ കൊടുത്തും പറഞ്ഞും മണക്കാട്ട പ്രസംഗം എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ അതിൻ്റെയൊക്കെ പിന്നിൽ വലിയ ഒരു ആലോചന തന്നെ നടന്നിട്ടുണ്ടെന്നുള്ളത് ഉറപ്പാണ്. ഇതെല്ലാം കൂടി ഇപ്പം നിങ്ങൾ അങ്ങോട്ട് കൊടുക്കുമെന്ന് എനിക്കറിയാം. കൊടുത്താലും എനിക്കൊരു പുല്ലുമില്ല, കൊടുത്തില്ലേലും എനിക്കൊന്നുമില്ല. അതെല്ലാം കൊടുത്ത് എനിക്ക് നടപടിയാണ് പാർട്ടിയിൽ നിന്ന്. എന്നത് നമ്മളെ കയറ്റി പിടിപ്പിക്കാൻ നോക്കുക എന്ന് പറഞ്ഞാൽ അവര് ചെയ്തതുപോലെ നമ്മളും ചെയ്യണമെന്ന്. അയലക്കത്തുള്ളവൻ അമ്മയ്ക്കിട്ട് തല്ലുക. അത് കണ്ടാൽ നമ്മൾ കൃത്യമായി നമ്മുടെ കരണത്തിൽ 2 എണ്ണം കൊടുത്തില്ലേ പിന്നെ എങ്ങനെയാ ശരിയാകുമെന്നുള്ള മട്ടിലില്ലേ പത്രക്കാര് നമ്മളെ കെട്ടിപ്പിടിപ്പിക്കാൻ തുടങ്ങുന്നത്. ഒരു പ്രസംഗത്തിന്റെ പേരിൽ എൻ്റെ പേരിൽ 4 കൊലക്കേസാണ് ഇപ്പം നിർഭാഗ്യവശാൽ കേരള ഗവൺമെന്റ് അവർ രാഷ്ട്രീയ തീരുമാനമെടുത്ത് ഞങ്ങളുടെ തലയിൽ, എൻ്റെ തലയിൽ കെട്ടിവെക്കുന്നത്. അതിന് പത്രക്കാരുടെ സർട്ടിഫിക്കറ്റ് ഒന്നും ആരുടെയും വേണ്ട. നിങ്ങൾ എന്നെ കഴിക്കാൻ പോയിരിക്കായിരുന്നു. എന്നെ അറിഞ്ഞാൽ ഏത് പൂരണയിലേക്ക് പോകാനാ? എനിക്ക് പറയാനുള്ള വസ്തുത, പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ നിങ്ങൾ ജനങ്ങളിൽ എത്തിക്കണം. അതിന് പത്രക്കാരുടെ സർട്ടിഫിക്കറ്റ് ഒന്നും ആരുടെയും വേണ്ട. ഒരു കാരണവശാലും ഒരു നടക്കിട്ട് പോവില്ല. ഈ ഒരുമാതിരി കോഴിയാക്കുന്ന ഈ പണിയുണ്ടല്ലോ, അതൊന്നും നിർത്തിയത്. എന്നെ കൂടുതൽ ചർച്ചയിലേക്ക് നിങ്ങൾ വലിച്ചടക്കരുത്. കർഷകർ എന്ന് പറഞ്ഞാൽ ചേറിലും ചെളിയിലും പണിയെടുക്കുന്ന പാവങ്ങളല്ല, പകരം പ്ലാന്റർമാർ എന്നറിയപ്പെടുന്ന PC ജോർജിനെ പോലുള്ള കുടവയർ കുലുക്കികളാണ് എന്നാണ് കടന്നുപോയ കർഷക ദിനം കേരള കോൺഗ്രസ്സുകാർ നമ്മളെ ഓർമ്മിപ്പിച്ചത്. എന്നാൽ കർഷകരോട് മാത്രമാണ് കേരള കോൺഗ്രസ്സുകാരുടെ സ്നേഹം എന്നാരും തെറ്റിദ്ധരിക്കരുത്. ബംഗാളിയും ബീഹാറിയും ഒക്കെ കാരണം തൊഴിലില്ലായ്മ രൂക്ഷമായിരിക്കുന്ന ഈ കേരളത്തിൽ തൊഴിൽ കാത്തിരിക്കുന്നവരോടും മാണിച്ചായന് കടുത്ത സ്നേഹമാണ്.
തൊഴിലില്ലായ്മ ഞാൻ ഇതിനു മുമ്പൊക്കെ ബഡ്ജറ്റുകൾ കേട്ടിട്ടുണ്ട്. തൊഴിലില്ലായ്മ അങ്ങോട്ട് ഒരു കണ്ണിക, കേരളത്തിലെ തൊഴിലില്ലായ്മയുടെ മാഗ്നിറ്റ്യൂഡ് വിശദീകരിച്ചുള്ള ഒരു കണ്ണിക കാണും. ഇത് ഞങ്ങൾ ഇതിന് പരിഹാരം ഉണ്ടാക്കുന്നതാണ്. എ ജനറൽ സ്റ്റേറ്റ്മെന്റ് ഓൾസോ, ബട്ട് നത്തിങ് വിൽ കം ഔട്ട്. ഇതായിരുന്നു കേരളത്തിന്റെ സ്ഥിതി. സ്ഥിതി മാറ്റാൻ മാണിച്ചായൻ നേരിട്ട് ഇടപെടുകയാണ്. അതുകൊണ്ട് ഇനി ആർക്കും തൊഴിൽ കിട്ടിയില്ല എന്ന് പറഞ്ഞ് സമരം ചെയ്യരുത്. ഒരു പുതിയ തൊഴിൽ അവർ ഐഡന്റിഫൈ ചെയ്ത് അവർ അതിലേക്ക് പ്രവേശിക്കുന്നു എന്നുണ്ടെങ്കിൽ 20 lakhs ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ ഇന്ത്യയിൽ ഒരു സ്ഥലത്തും ഇല്ലാത്തൊരാശയമാണ്. 541 പേർക്ക് ട്രെയിനിങ് കൊടുത്തു. ആദ്യത്തെ ബാച്ച് 541 പേര് ഇതിൽ ട്രെയിനിങ്ങിൽ പങ്കെടുത്തു. അതിൽ 1-2 പേര് ചേർന്ന് സംരംഭങ്ങൾ ഉണ്ടാക്കി. 231 എന്റർപ്രൈസസ് ഐഡന്റിഫൈ ചെയ്ത് 231 എന്റർപ്രൈസസ് ഉണ്ടാവുകയാണ്. ആ 231 എന്റർപ്രൈസസിനാണ് 23 കോടി രൂപ നമ്മൾ ഇപ്പോൾ വായ്പയായി അവരുടെ ചെക്ക് കൊടുക്കുകയാണ്. അവർക്കുള്ള ചെക്ക് ഇൻട്രസ്റ്റ് ഫ്രീ ലോണിന്റെ ചെക്ക് കൊടുക്കുക. എത്ര മനോഹരമായ ഒരു സംരംഭമാണ്. 10,000 10,000 മേടിച്ചെടുക്കാൻ നോക്ക്. ദിവസേന 25 ലിറ്റർ പാല് കറക്കണ നല്ല ഒന്നാം തരം 2 ആസ്ട്രേലിയൻ പശുക്കളെ ഞാൻ നിങ്ങൾക്ക് തരാം. ഹൈടെക് അഗ്രികൾച്ചർ ആ പ്രോഗ്രാംസ്, ഇവിടുത്തെ ഗ്രീൻ ഹൗസസ് 3000 ഗ്രീൻ ഹൗസസ് ഇപ്പോൾ ഉണ്ടാകാൻ പോവുക. പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ മുഴുവൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി നമുക്ക് ഗ്രീൻ ഹൗസ് എന്ന് പറഞ്ഞ ഒരു പോളി ഹൗസ്, കമ്പ്യൂട്ടറൈസ് ചെയ്തിരിക്കുന്ന ഒരു പോളി ഹൗസ്. 5 സെന്റ് സ്ഥലത്ത് 5 ലക്ഷം രൂപ മുടക്കിയാൽ ഒരു പോളി ഹൗസ് ഉണ്ടാകും. ഇതുപോലെ ഞാൻ ബഡ്ജറ്റിൽ പറഞ്ഞിരിക്കുന്നത് 5 വർഷക്കാലം കൊണ്ട് 50,000 പേർക്ക് പ്രകാരം ഈ 4 വീക്സ് മുന്നോട്ട് പോകുമ്പോൾ ദിവസം എന്ത് ലാഭം വരും? മുഴുവൻ ലാഭം തന്നെയാ. തിരി കഴിഞ്ഞാൽ പിണ്ണാക്ക്, തിരി പരത്തിക്കുരു, തിരി തവിട്, ഇത്രയും കൊടുത്താ പിന്നെ പാല് ശറ വറാന്നും പറഞ്ഞ് ഒഴുകുകയായി. 5 വർഷക്കാലം കൊണ്ട് 50,000 പേർക്ക് ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ 10,000 തൊഴിൽ സംരംഭങ്ങൾ കേരളത്തിൽ ഉണ്ടാക്കും. 6 ലക്ഷം പാവപ്പെട്ട തൊഴിലിനെതിരായ ആളുകൾക്ക് 6 ലക്ഷം തൊഴിൽ ഉണ്ടാക്കി കൊടുക്കുന്ന 6 ലക്ഷം തൊഴിലാണ്. അങ്ങനെ 6 ലക്ഷം തൊഴിലായി കഴിഞ്ഞു. എന്നാലും ഇവിടെ ചില ചെറുപ്പക്കാർക്ക് ഇപ്പോഴും ഒന്നും അങ്ങോട്ട് തലയിൽ കയറിയിട്ടില്ല. അവർക്കിപ്പോഴും ആരാണ് ഈ ഉമ്മൻചാണ്ടിയെന്നും ആരാണ് ഈ KM മാണിയെന്നും ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇല്ലെങ്കിൽ അവരിങ്ങനെ പരസ്യമായി സംശയം പ്രകടിപ്പിക്കുമോ? ജീപ്പ് വെള്ളം താറാമൊക്കട കയ്യിലൊരു ബാങ്ക്. ഞാനുമുണ്ട്, സീതയുമുണ്ട്. സീതയടപ്പന്റെ പേരെന്ത്? ചുമ്മാ വെറുതെ എന്തെങ്കിലും പരിപാടി വേണ്ടേ? ഇതിനൊരു പരിഹാരമാണ്. വീട്ടിൽ ചുമ്മാ നോക്കോ, അതിന് ചുമ്മാ വെറുതെ ഇറങ്ങിക്കോ, കൊടിയും പിടിച്ചു. ഈ തൊഴിലൊന്ന് അവസാനിപ്പിച്ചിട്ട് ഇവർക്ക് ക്രിയാത്മകമായ തൊഴിൽ കൊടുത്ത് ഇവരെ ഡിസിപ്ലിൻ ആക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ പദ്ധതി കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ സമരക്കാരൻ ഈ സമരമൊക്കെ താഴെ വെച്ച് നിങ്ങൾ ഇവിടുത്തെ ട്രെയിനിങ് പ്രോഗ്രാമിലേക്ക് വാ. ഇവിടെ രാഷ്ട്രീയമില്ല. ആര് വന്നാലും ട്രെയിനിങ് പ്രോഗ്രാമിലേക്ക് വന്ന് ഒരു 4 ആഴ്ചക്കാലം ട്രെയിനിങ് കൂടിയാൽ നമ്മുടെ ഈ സംസ്ഥാനത്തിന്റെ രോഗം മാറും. എല്ലാവരും നല്ല ട്രാക്കിലേക്ക് വരും. ഐശ്വര്യത്തിന്റെ സൈറം മുഴങ്ങുന്നത് പോലെ ഉണ്ടല്ലേ. തൊഴിൽ കിട്ടിയിട്ട് വേണം ഒന്ന് പണിമുടക്കാൻ എന്ന് കരുതിയിരിക്കുന്നവരുടെയും കൂടി നാടാണ് നമ്മുടെ കേരളം. എന്തായാലും ഇത്തവണ അത്തം മുതൽ പണിമുടക്കുകളും മാർച്ചുകളുമൊക്കെ ഓണാഘോഷം കൊഴുപ്പിക്കാൻ എത്തുന്നുണ്ട്. അഡ്വാൻസും ബോണസും ഒക്കെ കിട്ടിയതല്ലേ, അത് തീർക്കാൻ ലീവിനേക്കാൾ നല്ലത് പണിമുടക്ക് തന്നെയാണ്. എല്ലാവർക്കും അത്തം 10 പണിമുടക്കോണം നേർന്നുകൊണ്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.